തിരുവനന്തപുരത്തെ CPM പ്രവർത്തകർ കൂടോടെ BJPയിലേക്ക് വരുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അതായത് ചില സംഘടനകളുടെ ഇടപെടലിൽ CPM നേതൃത്വം വലിയ രീതിയിൽ മുഖവില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് CPM പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതും അതുവഴി അവർ BJPയിലേക്ക് കൂട്ടത്തോടെ എത്തുന്നു എന്ന് പറയുന്നതും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് CPM പ്രവർത്തകരുടെ ഇത്തരം ഒരു കൂടുമാറ്റം CPMനെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം BJP ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ് BJP പിടിക്കുന്നത് പറഞ്ഞാൽ ഒരു 10-15 വർഷക്കാലമായിട്ട് കൃത്യമായ പ്ലാൻ അനുസരിച്ച് അവർ നീങ്ങുകയും അവരുടെ കൗൺസിലർമാരുടെ എണ്ണം, ജയിച്ചു വരുന്നവരുടെ എണ്ണം ക്രമാനുഗതമായി കൂട്ടി വരികയുമായിരുന്നു. ഇത്തവണ അവർ കൃത്യമായി പ്രഖ്യാപിച്ചു, ഇത്തവണ ഞങ്ങൾ തലസ്ഥാനം ഭരിക്കുക തന്നെ ചെയ്യും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ 10-40 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന CPMന് അത് അത്ര ഗൗരവമുള്ള വെല്ലുവിളിയായിട്ട് തോന്നിയില്ല. കാരണം അവർ വെല്ലുവിളിയൊക്കെ ഉയർത്തും, പ്രതിപക്ഷമായിട്ട് ഇരിക്കും, അതൊക്കെ ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഭരണം പിടിക്കുന്ന രീതിയിലേക്ക് മുന്നേറും എന്ന് കരുതിയില്ല. കൃത്യമായിട്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഞങ്ങളാണെന്നുള്ള ഒരു ബോധം സൃഷ്ടിക്കാൻ കഴിയും. കൂടാതെ തിരുവനന്തപുരം നഗരത്തിൽ വസിക്കുന്ന ആളുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ ആകർഷണീയത തോന്നി. അതുകൊണ്ട് അത്തരം ഒരു പാർട്ടി കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തലസ്ഥാനം ഭരിച്ചാൽ അതിന്റെ ഗുണം എന്തുണ്ടാകുമെന്നൊന്ന് കരുതാം. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരവാസികൾ വളരെ ശ്രദ്ധയോടെ രാഷ്ട്രീയത്തെയൊക്കെ നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് ചൂടുകൾ വെക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ഈ BJP ആണ് തങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന, തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന, തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള ഒരു ബോധം സൃഷ്ടിക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നെടുമങ്ങാട് പോലെയുള്ള പ്രദേശങ്ങൾ നമുക്കറിയാലോ, അവിടെ സ്വാഭാവികമായിട്ടും ഇപ്പൊ CPI മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ നെടുമങ്ങാട്. നമ്മുടെ ഭക്ഷ്യമന്ത്രി അനിൽ അവിടെ നിന്ന് വിജയിച്ചു വരുന്നതാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന ആ മണ്ഡലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ അക്രമ പരമ്പര അരങ്ങേറി. ആ ആക്രമണ പരമ്പരയ്ക്ക് നേതൃത്വം നൽകിയ SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അക്രമം ഉണ്ടായതായിക്കോട്ടെ CPMുമായിട്ടാണ്. എന്തിന്? CPMന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ആംബുലൻസ് പോലും SDP പ്രവർത്തകർ കത്തിച്ച് കളയുന്ന സാഹചര്യം ഉണ്ടായി. ചെറിയൊരു സംഘർഷമാണ്, അത് വളരെ വലുതായിട്ട് വളർന്നു. എന്നിട്ട് ഈ SDP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താനോ CPMന് സാധിച്ചില്ല. അപ്പോൾ പ്രാദേശിക തലത്തിലുള്ള CPM പ്രവർത്തകർക്ക് വല്ലാതെ മുറിപ്പെട്ടു. അവർ SDP-ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം, പോലീസ് കേസെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള CPM നേതാക്കളുടെ പിന്തുണ ലഭിച്ചില്ല. നേരത്തെ തന്നെ CPMന്റെ ഒരു നിലപാട് നമുക്കറിയാം. കാരണം അവരെല്ലായ്പ്പോഴും ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച കുറച്ച് ആൾക്കാരായിരുന്നു. അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുള്ള ആൾക്കാരെ ഭയക്കുകയോ അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു രഹസ്യപാലം സൃഷ്ടിക്കുകയോ ചെയ്തു. ഇവിടെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ CPM പ്രവർത്തകർക്ക് അനിഷ്ടമുണ്ടായി. മാത്രമല്ല അവിടെ മത്സരിക്കുന്ന CPI ആണ്. അവിടെ CPIയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല, എങ്കിൽ ഞങ്ങൾ BJPയിലേക്ക് പോകാം. നമുക്കറിയാം CPMനെ ശക്തമായി എതിർക്കാൻ കഴിവുള്ള ഒരു പാർട്ടി എന്ന നിലയിലാണ് BJPയെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് തന്നെ CPM പ്രവർത്തകർ ഇപ്പോൾ കാണുന്നത് വളർന്നു വരുന്ന തീവ്രവാദ ന്യൂനപക്ഷ വർഗീയത. ഇതിനെ ചെറുക്കാൻ BJPക്ക് കഴിയുന്നുള്ളൂ. ഇപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ അല്ലെങ്കിൽ ഹൈന്ദവ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതിലൊക്കെ തന്നെ ഈ ന്യൂനപക്ഷ നിലപാടുകൾ, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകളുണ്ട്, പാർട്ടികളുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടെങ്കിലും അതിന്റെ ആശയം വരുന്ന രാഷ്ട്രീയ സംഘടന ഇവിടെയുണ്ട്. അവർ ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ, അവർ ചില പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്നത് BJPക്കാണ്. അപ്പോൾ BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഇനി CPMന് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് CPMകാർ ഇപ്പോൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകാൻ പോകുന്നു എന്ന് കരുതുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തോടുകൂടി BJPക്ക് തിരുവനന്തപുരം ജില്ലയിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. മാത്രമല്ല 6 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് കരുത്ത് തെളിയിക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സാധിക്കുമെന്നുള്ളൊരു വികാരം സൃഷ്ടിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ. അങ്ങനെയാണെങ്കിൽ CPMന്റെ ഈ ഇരട്ടത്താപ്പ് ഇനി ഞങ്ങൾ അനുവദിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് താഴെ തട്ടുള്ള പ്രവർത്തകർ തങ്ങളുടെ പാർട്ടി വിട്ടുകൊണ്ട് BJPയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ SDP പ്രവർത്തകർ CPMന് നേരെ നടത്തിയ ആക്രമണത്തിൽ യാതൊരുവിധ പ്രതിപ്രവർത്തനവും നടത്താത്തതുകൊണ്ട്, യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്താത്തതിൽ പ്രതിഷേധിച്ച്, അങ്ങനെ തന്നെ വേണം പറയാൻ, ഒരു ആംബുലൻസ് കത്തിച്ചിട്ട് പോലും SDP പ്രവർത്തകർക്കെതിരെ ഒരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പരസ്യമായ പ്രകടനം നടത്താനോ പോലും CPMന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ തീവ്ര വർഗീയ പാർട്ടികൾക്ക് മുമ്പിൽ ആ CPM അടിയറവ് പറയുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് കുറെ അധികം പ്രവർത്തകർ BJPയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും സിനിജി പറഞ്ഞത് ശരിയാണ്. അതായത് അവിടെ ഒരു പ്രാദേശിക CPM നേതാവിനെ പോലും വലിയ രീതിയിൽ ഉപദ്രവിച്ചിട്ട് പോലും CPM അല്ലെങ്കിൽ CPI അതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് അവിടുത്തെ CPMകാർക്കിടയിൽ വല്ലാത്ത രോഷം
ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പിന്നെ ഈ SDP നേരിട്ടല്ല ഇവരുടെ ആംബുലൻസ് ഒക്കെ കത്തിക്കാൻ ജില്ലാ ആശുപത്രിയിലേക്ക് പോയത്. ജില്ലാ ആശുപത്രിയിൽ DYFIയുടെ ഒരു ആംബുലൻസ് കടന്നു. ഇത് കത്തിക്കാൻ നിരോധിത സംഘടനയായ PFIയിലെ ആൾക്കാരാണ് പോയി അത് കത്തിച്ചത്. അതിലും ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഈ പാർട്ടിയിലെ നേതാക്കളെല്ലാം CPMനോട് ഈ SDP വലിയ പിന്നെ എന്താ പറയുക അനുകമ്പയുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ വരണം എന്ന് അവരെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ പ്രവർത്തകർ അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുമായി വല്ലാത്ത അവർ പണ്ടത്തെ പോലെയല്ല, എനിക്ക് ജയിക്കണമെങ്കിൽ അവരൊപ്പം വേണമെന്നാണ് സതീശൻ പറയുന്നത്. പക്ഷേ കോൺഗ്രസിലെ പല പ്രവർത്തകർക്കും അത് ചിലപ്പോൾ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ജയിക്കാനായി ഏത് തീവ്ര ഇസ്ലാമിക് സംഘടനകളെയും കൂടെ നിർത്തുന്ന നിലപാട് നേതാക്കന്മാർക്ക് ഉണ്ടാകുമെങ്കിലും അണികൾക്കും പ്രവർത്തകർക്കും അത് ഉണ്ടാവണം എന്നില്ല. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ പിന്നെ നെടുമങ്ങാട് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് 1957 രൂപീകൃതമായ ഒരു മണ്ഡലമാണ്. അന്ന് മുതൽ ഏകദേശം 30 വർഷം 1987 വരെ 30 വർഷക്കാലം CPI ആണ് അവിടെ. അവരുടെ വേരോട്ടം, അവരുടെ കരുത്താർജിച്ച ഒരു കോട്ടയായിരുന്നു, ഇടത് കോട്ടയായിരുന്നു, ശക്തമായ ഒരു ഇടത് കോട്ടയായിരുന്നു നെടുമങ്ങാട്. അവിടെ നിന്ന് പിന്നെ പാലോട് രവി 2 തവണ മത്സരിച്ചു. പിന്നീട് വീണ്ടും മാങ്കോട് രാധാകൃഷ്ണൻ അത് പിടിച്ചെടുത്തു. വീണ്ടും പാലോട് രവി, പിന്നീട് C ദിവാകരൻ, GR അനിലും ഒക്കെ വന്നു. പക്ഷെ കോൺഗ്രസിന് കുറച്ച് ആധിപത്യം ഉണ്ടെങ്കിൽ പോലും ശക്തമായ ഇടത് കോട്ടയാണ്. ആ ഇടത് കോട്ടയിലാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത് ഞങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് ഒരു കാരണം അവർ SDP ഇങ്ങനെ താലോലിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ പ്രാദേശിക നേതാക്കളെ ഉപദ്രവിക്കുന്നു, മാരകായുധങ്ങളും തിരികെ കൊണ്ടാണ് പല പ്രവർത്തകർ SDP പല പ്രവർത്തകരും വരുന്നത്. പല തരത്തിലുള്ള ആക്രമണങ്ങൾ, അവർ ഗൂഢാലോചനകൾ നടത്തുന്നു. ഇതിലൊന്നും പാർട്ടി ഇടപെടുന്നില്ല. CPIയുടെ പ്രാദേശിക നേതൃത്വം പോലും അവിടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് അവിടുത്തെ CPM പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ ജമാഅത്തെ താലോലിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാനും ഒരു മടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ BJP ആണ് കുറച്ചുകൂടി നല്ലത്. ഈ ആളുകൾ പറയുന്നത് പോലെ ഒരു ഫാസിസവും വർഗീയതയും ഒന്നും BJPക്കകത്ത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും BJPയിലേക്ക് പോകാം എന്നൊരു നിലപാട് അവിടുത്തെ പിന്നെ പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും. ഇതിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 40 വർഷത്തോളം CPMന്റെ ഉരുക്കുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അതിശക്തമായി തിരിച്ചു പിടിച്ചുവെങ്കിൽ, ഇപ്പോൾ VV രാജേഷ് പറയുന്നത് ഇത്തവണ 52 ആണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ 75ലേക്ക് പോകും, അല്ലെങ്കിൽ 77ലേക്ക് പോകും. അതൊരു ആത്മവിശ്വാസമാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പരിപാടിയിൽ മേയർ VV രാജേഷ്, എനിക്കൊന്ന് ജനൻ TVയിലാണെന്ന് തോന്നുന്നു, പങ്കെടുത്തിട്ട് അദ്ദേഹം ഈ ജനങ്ങളോട് ചോദിക്കാം എന്നുള്ള ഒരു ചോദ്യം, അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ച് പറയുന്നത് ഓരോ കാര്യങ്ങളും. അതിൽ ഒരു ശാസ്താംകോട്ടയിലുള്ള ഒരാൾ പറഞ്ഞ കാര്യമാണ്, പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര ഓസ്ട്രേലിയയിൽ പോയി അവിടുത്തെ ഒരു സ്ഥലത്ത് ഈ വേസ്റ്റിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അവിടുത്തെ മേയറെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മേയറെ ഒന്ന് വിളിച്ച് അവിടുത്തെ മേയറുമായി ഒന്ന് സംസാരിച്ച് എന്താണ് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു മാറ്റം ജനങ്ങൾക്ക് BJPയിലൂടെ കാണാൻ സാധിക്കുന്നു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പൊ BJP വേറൊരു രീതിയിലേക്ക് അവരുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് ജമാഅത്തെയും SDP പോലുള്ള സംഘടനകളെ CPMും കോൺഗ്രസും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി, അതായത് ഈ ജമാഅത്തേക്ക് SDPയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അവരെ വളർത്താനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി CPM കോൺഗ്രസ് മാറുന്നു എന്നുള്ള ബോധം ജനങ്ങൾക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ് നെടുമങ്ങാടെ പ്രാദേശിക CPM നേതാക്കളുടെ BJPയിലേക്കുള്ള ഒഴുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ അവർ BJPയിൽ അംഗത്വം എടുക്കുമെന്നാണ് പറയുന്നത്. ഒരു CPMന്റെ ഉരുക്ക് കോട്ടയിൽ നിന്ന് കുറെ ആളുകൾ BJPയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ CPMനേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് അതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശരിക്കും ഈ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ഇന്ത്യ, ആ ഇന്ത്യയിലെ 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനം കേരളം, ആ സംസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ മാത്രമാണ് തിരുവനന്തപുരം. അവിടുത്തെ കോർപ്പറേഷൻ മേയറുമായിട്ട് ജനങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യണം. പക്ഷേ ഈ പറയുന്ന ന്യൂസിലൻഡിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുന്നു. ഈ വിളിച്ചിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള വേസ്റ്റ് പ്രോജക്റ്റ് നമുക്ക് നടപ്പാക്കിക്കൂടെ, അതിന്റെ പദ്ധതിയെക്കുറിച്ച് വേണമെങ്കിൽ ഓസ്ട്രേലിയൻ മേയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷന്റെ മേയർ നേരിട്ട്
സംസാരിക്കുന്ന ഓസ്ട്രേലിയയിലെ ഒരു മേയറുമായിട്ട്. അപ്പോൾ ആ ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന പാർട്ടിക്ക് ഇത്രയും വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ വിദ്യാസമ്പന്നരായ രാജ്യത്തിന് അപ്പുറത്തേക്ക് പോയിട്ട് ലോകം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ആ വികസന മാതൃകകൾ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് BJPയുടെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ രാജേഷിന് അതൊന്നും ചെയ്യാൻ കഴിയില്ല. രാജേഷിന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷെ അത്രയും വിശാലമായ ഒരു ബന്ധം ജനങ്ങളുമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. അതാണ് BJPയുടെ നേട്ടം. അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്ക് നമ്മൾക്ക് പോയിക്കൂടെ എന്ന് CPM-കാർ ചിന്തിക്കുന്നു. എന്തുകൊണ്ട്? പ്രാദേശിക തലത്തിൽ SDPI പോലെയുള്ള ഈ പറയുന്ന മതവർഗീയ ചിന്തകൾ വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അവർ CPM പ്രവർത്തകരെ തല്ലുന്നു, CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ആംബുലൻസുകൾ കത്തിക്കുന്നു, എന്നിട്ട് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ഇനി എന്തിനാണ് ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നത്? കാലാകാലങ്ങളായിട്ട് ഈ മണ്ഡലം CPI-യുടെ കൈവശം ഇരിക്കുകയാണ്. അപ്പോൾ CPI-യുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് കാര്യമില്ല, CPM-ന്റെ കൂടെ നിന്നിട്ട് ജില്ലാ നേതൃത്വം ഞങ്ങളെ വകവെക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ശക്തി ആർജിച്ചു വരുന്ന BJP-യുടെ കൂടെ നിൽക്കാം. അങ്ങനെ BJP-യുടെ കൂട്ടത്തിലേക്ക് ഒരു പ്രാദേശിക ജനങ്ങളുടെ അല്ലെ പ്രാദേശിക പാർട്ടി പ്രവർത്തകരുടെ ഒഴുക്കുണ്ടായാൽ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്ക് ആ കരുത്ത് വർദ്ധിപ്പിക്കാനും ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിക്ക് പുറത്തേക്ക് തങ്ങളുടെ MLA-മാരെ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഈ പ്രസ്ഥാനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഒരുപക്ഷെ ഇപ്പോ കൂട്ടത്തോടൊരു മാറ്റം ഇല്ലെങ്കിൽ പോലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മണ്ഡലത്തിലെ CPM പ്രവർത്തകർ ഒരു വിഭാഗം വരുന്നത്, എല്ലാവരും എന്ന് പറയുന്നില്ല, ഒരു വിഭാഗം ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം SDPI-യുടെ ഒരു വല്ലാത്ത കടന്നുകയറ്റം അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് പാർട്ടി ഗൗരവമായി എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നിർണായക നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.